യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനങ്ങൾ. അത്യുന്നതൻ്റെ കരം നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ ഇത്രത്തോളം ജയത്തോടെ നടത്തിയ ദൈവത്തിൻ്റെ എല്ലാ കരുതലിനും കൃപകൾക്കുമായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിൻ്റെ ദയയും കരുണയും വിശ്വസ്തതയൊക്കെ നമുക്ക് പരിചയം പലകയുമായി നിന്ന് നമ്മളെ ഓരോ ദിവസവും കർത്താവ് മേൽക്കമേൽ പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ കൃപകൾക്കായി കർത്താവിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് കടന്നു വന്ന് ദൈവമുഖം അന്വേഷിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. സങ്കീർത്തനം 20 ഇങ്ങനെ വായിക്കുന്നു: യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ, യാക്കോബിൻ്റെ ദൈവം നിന്നെ ഉയർത്തുമാറാകട്ടെ. അതിൻ്റെ 5-ാം വാക്യം: ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കഷ്ടകാലത്ത് അവൻ നമുക്ക് ഉത്തരം അരുളുന്ന ദൈവം. നമ്മുടെ മുമ്പിലെ പ്രതികൂലങ്ങളൊന്നും നമ്മളെ തകർക്കുവാനല്ല, പ്രത്യുത അതിൻ്റെ നടുവിൽ ജയത്തോടെ അവൻ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവവും നമ്മളെ അതിന്മേൽ ജയം തരുന്ന ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി അധികം ശക്തമായി ശോഭിപ്പാൻ, ബലം പ്രാപിച്ച് മുന്നേറുവാൻ ദൈവം നമ്മളിൽ കൂടെ പരിവർത്തിക്കുന്ന ദൈവകൃപയുടെ അവസരങ്ങളാണ് ഓരോ പ്രതികൂലങ്ങൾ. അതുകൊണ്ട് നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ യഹോവയുടെ നിലവിളിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, അവൻ ഉത്തരം അരുളുമാറാകട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം നമ്മളെ ഉയർത്തും. നമ്മളെ പൊട്ടക്കിണറ്റിലാണെങ്കിലും കാരാഗ്രഹത്തിലാണെങ്കിലും പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിലും ഹല്ലേലൂയ, ആ നാമം, യേശുവിൻ്റെ നാമം നമ്മളെ ഉയർത്തുമാറാകട്ടെ. അതെ, ഹല്ലേലൂയ. അവൻ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ കൊടി ഉയർത്തും. ഹല്ലേലൂയ. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന് നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ അത്ഭുത വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. നമ്മളുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറമായി ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം അത് എന്ന് പറഞ്ഞ് അത് തന്നെ ആകിയാൽ അത് വെളിപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. അതുകൊണ്ട് യാക്കോബിൻ്റെ ദൈവം, ഹല്ലേലൂയ, യാക്കോബിൻ്റെ ദൈവം നമ്മളെ ഉയർത്തുമാറാകട്ടെ. ആ നാമം നമ്മളെ ഉയർത്തുമാറാകട്ടെ. ആ ജയത്തിൻ്റെ ഘോഷം നീതിമാന്റെ കൂടാരങ്ങളിൽ ദൈവം തുറന്നു തരുന്നതിനാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അസാധാരണമായ ദൈവപ്രവൃത്തിയെ തുറന്നു തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. എല്ലാം അങ്ങയുടെ നാം മഹത്വത്തിനാക്കി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. അങ്ങയോട് ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളുന്ന ദൈവം, അങ്ങയോട് അപേക്ഷിക്കുമ്പോൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മറുപടി കൽപ്പിക്കുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി മറുപടി അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ തൻ്റെ ജനത്തിൻ്റെ മറുപടികൾ അവരുടെ കരങ്ങളിൽ ലഭിപ്പാൻ, അവരുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുപ്പാൻ കർത്താവെ, അവരുടെ തല ഉയർത്തുവാൻ കർത്താവ് അവരെ നിറച്ചിരിക്കുന്നതിനാ സ്തോത്രം. അങ്ങയുടെ അത്ഭുതം നീട്ടിയിരിക്കുന്നതിനാ സ്തോത്രം. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും. ഹല്ലേലൂയ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ.
ഭാരമെല്ലാം താങ്ങിടും ഭാരമില്ലെന്നോതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും ഭാരമില്ലെന്നോതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ തമ്പുരാന്റെ തിരുവചനമോ ആകവേ തമ്പുരാന്റെ തിരുവചനമോർക്കവേ പോലാകവേ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ തണലെനിക്കു നൽകിടുവാൻ വലഭാഗത്താലുണ്ടു താൻ തണലെനിക്കു നൽകിടുവാൻ വലഭാഗത്താലുണ്ടു താൻ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ രാവിലും പകലിലും ചേരുടു താൻ പാലനം രാവിലും പകലിലും ചേരുടു താൻ പാലനം ഭൂവിലെനിക്കുള്ളതിനാൽ മാലിമില്ല കാരണം ഭൂവിലെനിക്കുള്ളതിനാൽ മാലിമില്ല കാരണം എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള നിത്യമായ വാഗ്ദത്തം അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനായിരിക്കും അവൻ നമ്മളെ കൈപിടിച്ച് നടത്തി നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഇതൊക്കെ നൽകുന്ന നല്ല ഇടയനായ നല്ല കർത്താവിന് ജീവിതത്തിൽ നമ്മളെ വീണ്ടെടുത്ത കൃപയ്ക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം നന്ദിയോടെ ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആദരങ്ങളെ തുറന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം പരിശുദ്ധനെ നന്ദി പിതാവേ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ
പോലെ താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ ശോധനയിൽ ചൂളയതിൽ പൊന്ന പോലെ ഉയർച്ചയിലോ താഴ്ചയിലോ മരണത്തിലോ ജീവനിലോ ഉയർച്ചയിലോ താഴ്ചയിലോ മരണത്തിലോ ജീവനിലോ നീ സാന്നിധ്യം മതി നാഥാ നീ സാന്നിധ്യം മതി നാഥാ നീ സാന്നിധ്യം മതി നാഥാ നീ സാന്നിധ്യം മതി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതോ നിമിത്തമായി എല്ലാ കണ്ണുനീരിനോ നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിലോ നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ ശോധനയിൽ ചൂളയതിൽ പൊന്നു പോലെ താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ ശോധനയിൽ ചൂളയതിൽ പൊന്നു പോലെ ഉയർച്ചയിലോ താഴ്ചയിലോ മരണത്തിലോ ജീവനിലോ ഉയർച്ചയിലോ താഴ്ചയിലോ മരണത്തിലോ ജീവനിലോ നീ സാന്നിധ്യം മതി നാഥാ 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 നീ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. നമ്മളെ നല്ലതാക്കി തീർക്കുന്ന അവന് പ്രിയനായി
അവന്റെ മാറോട് ചേർത്ത് കുഷ്ഠവന്റെ കയ്യിലെ കളിമണ്ണ പാത്രം പോലെ നമ്മളെ പണിതെടുക്കുന്നു എൻ്റെ പ്രിയൻ. അവൻ 10,000-ങ്ങളിൽ അതിസുന്ദരൻ. അവൻ എന്നെ എല്ലാ നാളും പണിയും പണിതെടുത്ത് നല്ല പാത്രമാക്കി അവന് കൊള്ളാമെന്ന ആയുധമാണ്, അവന് കൊള്ളാമെന്ന പാത്രമാണ് അവൻ നമ്മളെ തീർക്കുന്ന ദൈവമേ. എൻ പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമേ ഹൃദയ ചിന്തകൾ ഇഷ്ടങ്ങൾ എൻ ഹൃദയ ചിന്തകൾ ഇഷ്ടങ്ങൾ കരങ്ങൾ പാദങ്ങൾ പാദകൾ എൻ കരങ്ങൾ പാദകൾ പാദങ്ങൾ വേൺമയ
യേശുവേ രക്ഷകാ എൻ പ്രിയനേ യേശുവേ രക്ഷകാ നിൻ കരമേ ദൈവപ്രവൃത്തിക്ക് വിപരീതമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും, ദൈവപ്രവൃത്തിക്ക് വിപരീതമായി നിൽക്കുന്ന എല്ലാ അഭിചാരത്തിന്റെ കെട്ടുകളും, എല്ലാ അന്യായ ബന്ധനങ്ങളും, എല്ലാ പോരിന്റെ ആയുധങ്ങളും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനാലും തീയാലും അഭിഷേകം ചെയ്യുന്ന ദൈവപ്രവൃത്തി അതിന്റെ നുകങ്ങളെ തകർക്കുകയും അന്യായ ബന്ധനങ്ങളെ അഴിക്കുകയും പോരിന്റെ ആയുധങ്ങളെ അഴിക്കുകയും ചെയ്യുന്ന നസ്രയനായ യേശുവിൻ നാമത്തിൽ പ്രഭാതത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ, എല്ലാം അശുദ്ധികളും മാറിപ്പോകും, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. ദൈവപ്രവൃത്തി തന്റെ ജനത്തിന്മേൽ വെളിപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടി തിരുവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊന്നിച്ച് ദൈവമുഖം അന്വേഷിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചും ആത്മാവിൽ പ്രാർത്ഥിച്ചും ദൈവത്തോടടുത്ത് നടക്കുവാൻ, ദൈവകൃപ അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ദാനം നമ്മൾ മേൽ പകർന്ന ദൈവത്തിൻ്റെ അത്യന്ത കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 ഉള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചത്. ആമേൻ. 18-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ടും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിപ്പീൻ. 19 ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന്. 20 ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. കർത്താവിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചും ആത്മാവിൽ ആമേൻ ആരാധിച്ചും ആ ദൈവകൃപ അനുഭവിപ്പാൻ അപ്പോസ്തലൻ പൗലോസ് ആമേൻ നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും ആചരിച്ച ഒരു നല്ല യഹൂദനായിരിക്കെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അവനെ ആള് മാറ്റുകനെ പോലാക്കി
പൗലോസ് ആയിത്തീരുവാൻ ദൈവം ഇടയാക്കി. ഒരു ശൗലിനെ ദൈവം ഒരു പൗലോസാക്കി തീർത്തു. ദൈവം ആത്മാവിൽ പൗലോസിനെ നിറച്ച് ആത്മമണ്ഡലത്തിൽ കൂടെ ആമേൻ വെളിപ്പാടിൻ്റെ ആഴത്തിലേക്ക്, തിരുവചനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആഴത്തിലേക്ക്, സ്വർഗീയ ദർശനത്തെക്കുറിച്ചുള്ള ദൈവിക ആഴത്തിലേക്ക് ദൈവം പൗലോസിനെ കൈപിടിച്ച് നടത്തുവാൻ തുടങ്ങി. ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ആശ്രയിക്കുന്നതിനേക്കാൾ അധികം ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കുമെങ്കിൽ ദൈവം നമ്മളെ ആഴത്തിലേക്ക് ഇറക്കുവാൻ തയ്യാറാകുന്ന ദൈവം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ പിന്നിലേക്ക് ഞാൻ നോക്കുന്നില്ല, അതെല്ലാം ഞാൻ ശ്രേഷ്ഠമെന്ന് എണ്ണിയതൊക്കെ ഞാൻ ചപ്പും ചവറുമായി ഞാൻ എണ്ണുന്നു. ആമേൻ. സകലതും ആമേൻ ഞാൻ മാന്യമെന്ന് തോന്നിയതും, ഞാൻ ശ്രേഷ്ഠമെന്ന് തോന്നിയതും, എൻ്റെ യോഗ്യത എന്ന് തോന്നിയതും ഒക്കെ ഞാൻ ചപ്പും ചവറുമായി എണ്ണുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? വെളിപ്പാടിൻ്റെ ആധിപത്യം മൂലം. ദൈവിക വെളിപ്പാടുകൾ വന്നപ്പോൾ നിയമം മരിക്കുകയും ഞാൻ നിയമത്തിന് മരണം, ആമേൻ, പാപത്തിൽ നിന്ന് മരണം, ആമേൻ, കൽപ്പനകളിൽ നിന്ന് മരണം പ്രാപിച്ച് ആമേൻ എന്നെ ആത്മാവിൽ ജീവിപ്പിച്ച ദൈവകൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിലൊക്കെ എഴുതുന്നതിൻ്റെ ആഴം അതാണ്. ആമേൻ, എൻ്റെ ജീവിതത്തിൽ നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെയും ക്രിസ്തേശുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു. പഴയതെല്ലാം മരിച്ചിരിക്കുന്നു. ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ഏതാ പുതിയ സൃഷ്ടി? ആത്മാവിൽ ജീവിക്കുന്ന ഒരു പുതിയ സൃഷ്ടി. പഴയത് മരിക്കാതെ എനിക്ക് പുതിയതിനോട് ബന്ധപ്പെടുവാൻ കഴിയുകയില്ല. നിയമം ക്രിസ്തുവിൽ മരിക്കുന്നു. നിയമത്തിൻ്റെ നിയമം ലംഘിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലമായ മരണത്തിൽ നിന്ന് ഞാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ക്രിസ്തേശു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതേ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ഇനിയും, പൗലോസ് പറയുന്നത്, എനിക്കിനിയും എന്തുമായിട്ട് ബന്ധമില്ല? നിയമമായിട്ട് ബന്ധമില്ല, നിയമങ്ങളുമായിട്ട് എനിക്ക് ബന്ധമില്ല, പഴയ നിയമത്തിൻ്റെ കൽപ്പനകളുമായിട്ട് എനിക്ക് ബന്ധമില്ല. ആമേൻ. അതിനെ അനുസരിക്കാത്തത് കൊണ്ട് പാപവും അതിൻ്റെ അതിൻ്റെ മരണവും എൻ്റെ ജീവിതത്തിൽ കടന്നു വരികയില്ല. അതെല്ലാം കർത്താവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ ക്രിസ്തുയേശുവിനെ ധരിച്ചിരിക്കുന്ന, ക്രിസ്തുയേശുവിനെ അവനോട് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവിനാൽ തന്നെ നമ്മളെ നിറച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാൽ ദൈവം നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. റോമലേഖനം 8-ാം അധ്യായം അതുകൊണ്ട് പറയുന്നു, 1-ാം വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ഒരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ടാ? സ്തോത്രം. 2-ാം വാക്യം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആമേൻ. 2 പ്രമാണങ്ങൾ. എന്താണ്? സ്തോത്രം. ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം, the law, സ്തോത്രം, the law of sin and death, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തയേശുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്താലും ഉയർപ്പിനാലും എനിക്ക് ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണം എന്നിലേക്ക് പകർന്നിരിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് നമ്മൾ പഴയ മനുഷ്യനെ പോലെ ജൽപ്പനം ചെയ്യുന്ന പ്രാർത്ഥനയല്ല നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന. നമ്മൾ പഴയ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നവരല്ല. ആമേൻ. മരണം ചിന്തിക്കുന്നവരല്ല, പാപം ചിന്തിക്കുന്നവരല്ല. അതിനുവേണ്ടിയല്ല ദൈവം നമ്മളെ വീണ്ടെടുത്തത്. നമ്മൾ പിന്നെയും പഴയ പുസ്തകത്തിലേക്ക്, പഴയ മനുഷ്യനിലേക്ക്, പഴയ പ്രമാണത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വാസ്തവത്തിൽ സ്തോത്രം അവിടെ പറയുന്ന ഒരു വലിയൊരു വിഷയമുണ്ട്. അവിടെ 7-ാം വാക്യം, ജഡത്തിന്റെ ചിന്ത. റോമലേഖനം 8:7, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. എന്താണ്? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. നമ്മൾ പിന്നെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിലേക്ക്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ മടങ്ങിപ്പോകുന്ന എവിടെ? ജഡത്തിൻ്റെ ചിന്തയിൽ നമ്മൾ പിന്നെയും മുഴുകുമ്പോൾ,
ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഞാൻ കർത്താവ് അത് നമുക്ക് വേണ്ടി അതിന്റെ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ഇറ്റ് ഇസ് ഫിനിഷ്ഡ് അറ്റ് ദ ക്രോസ്. ഇനി നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമല്ല നമ്മൾ മേൽ വാഴുന്നത്, പ്രത്യുത ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണമാണ് നമ്മൾ മേൽ വാഴുന്നത്. അതുകൊണ്ടാണ് 7-ാം വാക്യം പിന്നെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അപ്പോൾ ആത്മാവിൽ ജീവിക്കുവാൻ, ആത്മാവിൽ നടക്കുവാൻ, സ്തോത്രം. മടങ്ങി നമുക്ക് 2-ാം വാക്യത്തിലേക്ക് വരാം. 8:2. ആമേൻ. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 3-ാം വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ജഡത്തിന്റെ സദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിന്മേൽ ശിക്ഷ വിധിച്ചു. അതെല്ലാം he suffered as an offering. കർത്താവ് ഒരു യാഗമായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത്, ആമേൻ, പ്രമാണം മരിക്കേണ്ട സ്ഥാനത്ത്, പാപം മരിക്കേണ്ട സ്ഥാനത്തെല്ലാം ദൈവം കർത്താവിനെ അവിടെ ഒരു യാഗമായി അവിടെ ഉപയോഗിക്കുക. So he condemned sin in his flesh. ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ആമേൻ. പാപത്തിന്റെ ജഡത്തിന്റെ ശിക്ഷ വിധിച്ചു. ആരിൽ മേൽ? ക്രിസ്തുവിൽ മേൽ വിധിച്ചു. The omnipotent, the omnipresent, സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിന്മേൽ പാപത്തിന് ജഡത്തിന്റെ ശിക്ഷ വിധിച്ചു. ക്രിസ്തുവിൽ മേൽ അത് വിധിച്ചു. ഇറ്റ് ഈസ് ഡൺ. ഇനിയും ഇതിന് നമ്മൾ മേൽ കർത്തൃത്വമില്ല. എന്തുകൊണ്ടാ? നമ്മൾ ക്രിസ്തുയേശുവിൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട്. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു, അടക്കപ്പെട്ടിരിക്കുന്നു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി ഏക മധ്യസ്ഥനായിരിക്കുമ്പോൾ, 4-ാം വാക്യം 8:4, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അതുകൊണ്ട് ജഡത്താലല്ല ആത്മാവിൽ ജീവിക്കുവാൻ. എന്താണ് ആത്മാവിൽ ജീവിക്കാൻ? ഇനിയും എൻ്റെ മേൽ ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. ഞാൻ അതിനെ ഭയപ്പെട്ടല്ല ജീവിക്കേണ്ടത്, ഞാൻ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് നമ്മൾ മേലുള്ള ദൈവിക വാഗ്ദത്തം. അപ്പോൾ ദൈവിക വാഗ്ദത്തം എവിടെ കിടക്കുന്നു? ദൈവത്തിൽ ആത്മാവിൽ ജീവിക്കുവാൻ, ആത്മാവിൽ നടക്കുവാൻ, ആത്മാവിൽ ആമേൻ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ സംസാരിപ്പാൻ, ആത്മാവിൽ ദൈവത്തോട് സംസർഗം പുലർത്തുവാൻ. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ദൈവിക വാഗ്ദത്തം. ഇതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം ഈ ഭൂമിയിൽ നമുക്കില്ല. നമ്മളെ ആമേൻ ആത്മീക വർധന വരുത്തുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ തന്നെത്താൻ ആത്മീക വർധന വരുത്തുന്നു. എന്തുകൊണ്ടാ? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. ഹി ഈസ് ട്രാൻസ്ഫറിങ് ഹിസ് ആമേൻ ബ്ലെസ്സിങ്സ് അപ്പോൺ us. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ മേൽ പകർന്നുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിൽ നിന്ന് നമ്മൾ ആമേൻ വി ആർ ബിക്കമിങ് എ റിസർവയർ. ദൈവത്തിന് വേണ്ടി ഒരു ആമേൻ കരുതുന്ന ഒരു പാത്രമാക്കി ദൈവം നമ്മളെ തീർക്കുക. നമ്മളെ ഈ ഭൂമിയിൽ ഒരു ആമേൻ ഉറവയായി ദൈവം ഉപയോഗിക്കുക. അനേകർക്കൊരു ഉറവയായി. അതുകൊണ്ട് ശമരിയ സ്ത്രീയുടെ കർത്താവ് പറഞ്ഞ, എന്നിൽ നിന്ന് കുടിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികളെ ഞാൻ തുറന്നു തരുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ ജാഗരിക്കുമ്പോൾ, ആത്മാവിൽ ദൈവത്തോട് ജീവിക്കുമ്പോൾ, ആമേൻ നടക്കുമ്പോൾ, ആനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ ദൈവകൃപയിൽ നമ്മൾ നടക്കുമ്പോൾ, ഹല്ലേലൂയ, പാപത്തിൻ്റെയും ആമേൻ ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലെഴുത്ത് നമ്മളിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ആമേൻ ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണം നമ്മൾ മേൽ പകരുന്നൊരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 6-ാം വാക്യം, റോമലേഖനം 8:6, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനമാണ്. ആത്മാവിൽ ജീവിക്കുവാൻ ഒരുവൻ പഠിച്ചാൽ
ആത്മാവിൽ ഒരുവൻ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ, ആത്മാവിൽ ഒരുവൻ ദൈവസന്നദ്ധയിൽ കൃപ പ്രാപിക്കാൻ പഠിച്ചാൽ, സ്തോത്രം, അവന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പറയുന്നു, അവന് ജീവനും സമാധാനവും ഉണ്ടാവും. ദൈവം പകരുന്ന ഒരു ജീവൻ, ദൈവം പകരുന്ന ഒരു സമാധാനം. നമ്മളൊക്കെ എപ്പോഴും വി നീഡ് ടു ബി, നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം എന്തുണ്ട്, നമ്മളുടെ കൺട്രോളിൽ, നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകളെല്ലാം നമ്മൾ ഇൻ കൺട്രോൾ ആയിരിക്കണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവത്തിൽ ഒരുവൻ ആശ്രയിക്കുമ്പോൾ അവൻ്റെ പൂർണ്ണ ആശ്രയം അവനുള്ളതിലല്ല, ദൈവത്തിലാണ് അവൻ്റെ ആശ്രയം. ദൈവത്തിൻ്റെ ആത്മാവിലാണ് അവൻ്റെ ആശ്രയം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, എന്ത് നടക്കണം, ഞാൻ എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം, ഞാൻ എന്ത് ആയിത്തീരണം, ഇതെല്ലാം ദൈവാത്മാവിനാൽ പ്രേരണയിൽ മാത്രമേ ഒരുവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദൈവാത്മാവ് പറയുന്ന നിമിഷം തന്നെ തീരുമാനമെടുത്ത് മുന്നേറുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കണം. നമ്മുടെ ആശ്രയം ദൈവത്തിൻ്റെ ആത്മാവിലാകണം. വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം, ദൈവാത്മാവിനാൽ നടത്തപ്പെടണം എന്ന് പറയുന്നത്. ടു ബി വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. അപ്പോൾ സ്തോത്രം, ജഡത്തിന്റെ ചിന്ത എപ്പോഴും മരണമാണ്. എന്താണ് മരണം? സ്തോത്രം, പാപത്തിന്റെ ശമ്പളം മരണം. പാപം എവിടെ സംഭവിക്കുന്നു? ന്യായപ്രമാണത്തിൽ പിന്നെ ആശ്രയിക്കുമ്പോൾ അവൻ പാപം ചെയ്യുന്നു, പാപം ചെയ്യുന്നവൻ മരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തെ നമ്മൾ ചില പ്രമാണങ്ങൾ സ്ഥാപിച്ചിട്ടിട്ട് അതിനനുസരിച്ച് ജീവിക്കുന്നവനല്ല ജീവനുള്ളത്. ഏത് ആത്മീയ ജീവനുള്ളത്? ദൈവാത്മാവ് നയിക്കപ്പെടുന്നവന് ആത്മാവിൽ ജീവിക്കുന്നത്. അവന് പ്രതികൂലമുണ്ട്, പ്രതിസന്ധികളുണ്ട്, പക്ഷെ അതിൻ്റെ നടുവിലും അവൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നവനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവനും ദൈവാത്മാവ് നയിക്കുന്നവനുമായി തീരണം. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിൽ മാത്രം ആശ്രയിക്കുക. ഹല്ലേലൂയ. അതിൻ്റെ 8:10 ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനുള്ളതാകും. ആത്മാവ് നിമിത്തം നമുക്ക് ജീവനുള്ള ആത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ജീവനുണ്ട്, നമുക്ക് സൗഖ്യമുണ്ട്. അവിടാണ് ദൈവിക സൗഖ്യം വെളിപ്പെടുന്നത്. ദൈവിക വിടുതൽ സംഭവിക്കുന്ന നമ്മുടെ ഉള്ളിൽ ആത്മാവ് നമ്മുടെ ശരീരത്തെ അതിജീവിക്കുമ്പോൾ. ആമേൻ. സ്റ്റെഫനോസിനെ ഹല്ലേലൂയ ജനം കല്ലെറിഞ്ഞപ്പോൾ അവൻ നിലവിളിച്ചില്ല, അവൻ ആത്മാവിലായെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവൻ സ്വർഗ്ഗ ദർശനം കാണാൻ തുടങ്ങി. അവനെതിരെ പാഞ്ഞു വരുന്ന ഹല്ലേലൂയ കല്ലുകൾ അവൻ്റെ ശരീരത്തിൽ കൊള്ളുന്ന കല്ലുകളുടെ അതിൻ്റെ വലുപ്പമോ അതിൻ്റെ വേദനയല്ല അവനെ ആ സമയത്ത് അവനെ ബന്ധിച്ചത്. ഹല്ലേലൂയ അവനെ ബന്ധിച്ചത് ദൈവിക ദർശനം. അവന് വേറെ എങ്ങും നോക്കുവാൻ കഴിയുന്നില്ല, വേറൊന്നിലും അവൻ ആശ്രയിക്കാൻ പറ്റുന്നില്ല, വേറൊന്നിലും അവന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അവൻ ആത്മാവിൽ സ്വർഗീയ ദർശനം കണ്ടുകൊണ്ടിരുന്നു. അങ്ങനാണെങ്കിൽ ഈ ശരീരത്തിൽ രോഗസൗഖ്യം വെളിപ്പെടുന്നത് ഒരുവന്റെ ശരീരത്തെ അവന്റെ ജഡത്തെക്കാൾ അധികം അവനിൽ വ്യാപരിക്കുന്ന ആത്മശക്തി വെളിപ്പെടുമ്പോഴാണ്. അവന്റെ ശരീരത്തെക്കാൾ അവൻ ആത്മാവിനെ അവന്റെ ജഡശരീരത്തിൽ അനുഭവിക്കുമ്പോഴാ അവന് രോഗസൗഖ്യം വെളിപ്പെടുന്നത്. ദൈവാത്മാവിന്റെ തേജസ് ഒരുവൻ മേൽ വെളിപ്പെടുമ്പോൾ അവൻ സൃഷ്ടിപ്പിന്റെ ശക്തി അവിടെ വെളിപ്പെടുന്നത്. The glory of creation. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഏദൻ തോട്ടത്തിൽ ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ട ദൈവിക തേജസ്, ദൈവിക സാന്നിധ്യം, അവരെ ദൈവിക തേജസ് കൊണ്ട് അവര് മറഞ്ഞിരുന്നു. അവർക്ക് അതുകൊണ്ട് വസ്ത്രമിടേണ്ടി വന്നില്ല, അവര് നഗ്നരെന്ന് അവര് അറിഞ്ഞില്ല. എന്തുകൊണ്ട്? അവർ ആത്മാവിലായിരുന്നു. They could create anything in themselves. അവരെ പേര് ചൊല്ലി വിളിക്കുന്നത് സംഭവിക്കുമായിരുന്നു. ദൈവം അവർക്ക് അധികാരം കൊടുത്തു, സകലത്തിന്മേൽ വാഴുവാനുള്ള അധികാരം. നിങ്ങൾ സകലത്തിന്മേലും അടക്കി വാഴുവി.
അങ്ങനെയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ എന്തുണ്ടാകുന്നില്ല? രോഗമുണ്ടാകുന്നില്ല. അവരുടെ ശരീരത്തിൽ ഒരു ഹല്ലേലൂയ ദൈവത്തിന് ഹിതമില്ലാത്ത മരണത്തിനൊന്നും ആ ശരീരത്തിൽ അവകാശമില്ല. പക്ഷെ പാപം ചെയ്തപ്പോൾ ഒരുവന്റെ ശരീരത്തിൽ മരണമുണ്ടാകുന്നു. അതിനെ ജയിക്കുന്നത് ആത്മാവിലുള്ള പുതിയ ജീവനാണ്. ആത്മാവിലുള്ള പുതുജീവൻ പ്രാപിച്ചവൻ, ആത്മാവിൽ പുതിയ ജീവനിൽ വെളിപ്പെടുന്നവൻ, അവൻ ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ, ആത്മാവിൽ ജീവിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദിയെ തുറന്നു വിടുന്ന ദൈവം മാത്രമല്ല, ഹല്ലേലൂയ, അവന്റെ ഉള്ളിൽ ദൈവിക ജീവൻ വ്യാപരിക്കുക. അവന്റെ അകത്ത് ദ ലൈഫ് ഓഫ് ദ ക്രിയേറ്റീവ് പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് എന്തിനെ സൃഷ്ടിക്കുവാൻ കഴിയും? ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ഭൂമി ഇരുളുകൊണ്ട് നിറഞ്ഞിരുന്നു. അതിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ദൈവശബ്ദം വെളിപ്പെടുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ ഉളവാക്കുമ്പോൾ, നിന്റെ ഉള്ളിൽ വെളിപ്പെടുന്ന ദൈവശക്തി എന്തെന്ന് തിരിച്ചറിയുമ്പോൾ, ആ ദൈവശക്തിയിൽ ഒരുവൻ നിറഞ്ഞു നിൽക്കുവാൻ, ആ ദൈവശക്തിയിൽ നിന്റെ മേൽ, നിന്റെ നാവിന്മേൽ ദൈവ ജീവന്റെ വചനം കൽപ്പിക്കുമ്പോൾ, നീ അതിനോട് പറയുമ്പോൾ ആ നിമിഷം അതിന്റെ അത്ഭുതം നടക്കാതിരിക്കത്തില്ല. ആ നിമിഷം ആ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കത്തില്ല. എന്തുകൊണ്ടാണ്? നിന്റെ അകത്തുനിന്ന് പുറപ്പെടുന്ന ദൈവിക വചനം അത് ദൈവത്തിന്റെ ശബ്ദമാണ്. ആ ദൈവിക ശബ്ദമായ ദൈവിക വചനം പുറപ്പെടുമ്പോൾ അത് നിന്റെ ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ അത് സൗഖ്യമായി വെളിപ്പെടും, അത് അത്ഭുതമായി വെളിപ്പെടും, അത് രോഗവിടുതലായി ദൈവിക വാഗ്ദത്തമായി അത് വെളിപ്പെടും. അത് ദൈവത്തിന്റെ ഉറവയാണ്. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു ഉറവ. സ്തോത്രം. അതുകൊണ്ട് ദൈവം ആത്മാവിൽ നമ്മളെ ജീവിപ്പിക്കുക, ആത്മാവിൽ നമ്മളെ നിത്യതയ്ക്കായി, നീതീകരണത്തിനായി, ദൈവിക വാഗ്ദത്തത്തിനായി നമ്മളെ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. സ്തോത്രം. ആമേൻ. 11-ാം വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിലും വസിക്കുന്നു. ഉയർപ്പിച്ച resurrection power, ദൈവത്തെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ തിമോഥെയോസിനോട് പൗലോസ് എഴുതുന്നത്, നിന്റെ മേൽ കൈവപ്പിനാൽ പ്രാപിച്ച ദൈവകൃപയെ ദിനംതോറും ജ്വലിപ്പിച്ചു കൊള്ളണം. നമ്മൾ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മമണ്ഡലത്തെ ദിനംതോറും ജ്വലിപ്പിച്ചു കൊള്ളണം. നമ്മൾ മിണ്ടാതിരിക്കേണ്ടവരല്ല, നമ്മൾ മൗനം പാലിക്കേണ്ടവരല്ല, നമ്മൾ ഹല്ലേലൂയ നിലവിളിക്കേണ്ടവരല്ല, നമ്മൾ ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് ജീവിക്കേണ്ടവരാണ്. ദൈവകൃപയിൽ, ദൈവശക്തിയിലും ദൈവിക ആത്മാവിലും നമ്മൾ മേൽ പകർന്ന ദൈവകൃപയിൽ ദിനംതോറും ജ്വലിക്കുവാൻ. സ്തോത്രം. എന്തിനാ സ്തോത്രം? അതിന്റെ 11-ാം വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അതുകൊണ്ട് ജഡത്തിലല്ല ജീവിക്കേണ്ടത് ഒരുവൻ, ആത്മാവിൽ അത്ര ജീവിക്കേണ്ടത്. എങ്ങനെ ജീവിക്കണം? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ, putting to death the deeds of the body. ഈ ശരീരത്തിന് എപ്പോഴും മരിക്കണമെന്നേ ഉള്ളൂ. ഇത് ദ്രവത്വം കാണുവാൻ, ഇത് പ്രായമാവുന്തോറും ഈ ശരീരത്തിന് ദ്രവത്വം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആത്മാവിനാൽ ഇതിന് ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയും. ആത്മാവിനാൽ ഈ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ, ആത്മാവിനാൽ ഇതിന്റെ ഡിറ്റോറിയേറ്റിംഗ് പവർ, ഈ ദ്രവത്വത്തിന്റെ ശക്തിയെ നിനക്ക് പിടിച്ചു നിർത്തി ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവം നിനക്ക് ബലം നൽകിയിരിക്കുന്നു. എങ്ങനെ? ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ, ആത്മാവിൽ ജീവിക്കുന്നെങ്കിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ, മരവിപ്പിക്കുന്ന അവസ്ഥകൾ, മരിച്ചിരിക്കുന്ന അവസ്ഥകളെ ഇനിയും ജീവിക്കുകയില്ലെന്ന് പറയുന്ന അവസ്ഥകളെ തിരിച്ചു ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ദൈവത്തിന് അതിനെ മടക്കി ജീവനിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആത്മാവിൽ ഒരുവൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആത്മാവിൽ ഒരുവൻ ജീവിക്കുന്നെങ്കിൽ, ആത്മാവിന്റെ ചിന്തയിലും ആത്മാവിന്റെ വിചാരത്തിലും ആത്മാവിന്റെ നിലവാരം പുലർത്തുവാൻ ഒരുവൻ തയ്യാറാകുമെങ്കിൽ, ആത്മാവിൽ പ്രാർത്ഥിച്ച് പോരാടുവാൻ തയ്യാറാകുമെങ്കിൽ, നിനക്കെതിരെ ഒരു ആയുധവും ഫലിക്കത്തിൽ ഒരു ലക്ഷണവിദ്യ സംഭവിക്കുകയില്ലെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, നിന്റെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ജീവിക്കും. ഈ പ്രഭാതത്തിൽ
നിങ്ങൾ ജീവിക്കും. ഈ നിമിഷം മുതൽ നിങ്ങൾ ജീവിക്കും. നിങ്ങളുടെ ശരീരം ജീവിക്കും, നിങ്ങളുടെ അവസ്ഥകൾ ജീവിക്കും, നിങ്ങളുടെ ഭാവി വെളിപ്പെടും, നിങ്ങളുടെ വാഗ്ദത്തം വെളിപ്പെടും. നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്നവരാകുമെങ്കിൽ. അതുകൊണ്ട് നിങ്ങളിലുള്ള ദൈവകൃപ എന്തെന്ന് തിരിച്ചറിയുവാൻ, ആമേൻ, ദൈവം നമ്മൾ മേൽ പകർന്ന ദൈവിക വാഗ്ദത്തം എന്തെന്ന് തിരിച്ചറിയുവാൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ നിങ്ങൾ പഠിക്കുമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ശരീരത്തിന്റെ പ്രവർത്തികളെ, ഹല്ലേലൂയ, മരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ജീവനിലേക്ക് മടങ്ങി വരും. 14-ാം വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് അതിനെ മരിപ്പിക്കുന്നുവെങ്കിൽ, അതിനെ ജഡത്തിന്റെ പ്രവർത്തികൾ, ജഡത്തിന്റെ ആ ഡിറ്റോറേറ്റിംഗ് പവർ, ആ ജഡത്തിന്റെ അവസ്ഥകളെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു ആത്മശക്തി നമ്മുടെ അകത്തുണ്ട്. ആ ആത്മശക്തിയിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ആത്മാവിൽ നടക്കുന്നവരായി തുടങ്ങും, നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവരായി തുടങ്ങും, നമ്മൾ ആത്മാവിൽ കൃപ പ്രാപിക്കുന്നവരായി തുടങ്ങും, ആത്മാവിൽ ബലം പ്രാപിക്കുന്നവരായി തുടങ്ങും. എന്തുകൊണ്ടാ? ജഡത്തിന് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഹല്ലേലൂയ. അങ്ങനെ പറയുന്നു, സ്തോത്രം. അതിന്റെ 15-ാം വാക്യം പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നു. അബ്ബാ പിതാവേ എന്നുള്ള പുത്രത്വത്തിന്റെ ആത്മാവ് പുതുക്കം പ്രാപിച്ച്, ജഡത്തെ ബലപ്പെടുത്തുന്നതല്ല, ആത്മാവിനെ ബലപ്പെടുത്തുന്നവരാണ്. ആത്മാവിൽ ബലപ്പെട്ട് ജഡത്തിന്റെ പ്രവൃത്തികളെ മരവിപ്പിച്ച് ദൈവകൃപയിൽ മുന്നേറുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അധികം ബലപ്പെടുത്തും, അധികം നമ്മളെ ശക്തീകരിക്കും, അധികം നമ്മളെ കൃപയിൽ പൊതിയും. എന്തുകൊണ്ടാ? സ്തോത്രം, നമ്മൾ ആത്മാവിൽ നടത്തപ്പെടുന്നവരായി തീരും. നമുക്ക് ദൈവമായിട്ട്, പിതാവുമായിട്ട് ഒരു ബന്ധമുണ്ട്. എന്താണ്? അപ്പാ പിതാവ് എന്നുള്ള സ്വപുത്രത്വത്തിന്റെ അവകാശം. അങ്ങനെ ജീവിക്കുമ്പോൾ 17-ാം വാക്യം, നാം മക്കളെങ്കിലോ അവകാശികൾ. സ്തോത്രം. 16-ാം വാക്യം, നാം ദൈവത്തിന്റെ മക്കള് എന്ന് ആത്മാവ് തന്നെ നമ്മോട്, ആത്മാവിനോട് കൂടി സാക്ഷ്യം പറയുന്നു. നമ്മൾ ദൈവത്തിന്റെ മക്കളാവും. അപ്പാ പിതാവ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞവരാകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാകുമ്പോൾ സ്തോത്രം, നമുക്ക് 17-ാം വാക്യം പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളാവുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തേശുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടം അനുഭവിച്ചത്രേ. ദൈവത്തോടുകൂടി കഷ്ടം അനുഭവിപ്പാൻ ദൈവം തെരഞ്ഞെടുത്തത് എന്തിനാ? കർത്താവ് ഒരു തെറ്റും ചെയ്തില്ല, എന്നിട്ടും കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാ? ആത്മാവിന് സ്ഥാനം കൊടുത്തത് കൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവിന് സ്ഥാനം കൊടുക്കുമ്പോൾ നമുക്ക് പ്രതികൂലമുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മൾ മുഖ്യ സ്ഥാനം കൊടുക്കുമ്പോൾ ശത്രു അടങ്ങിയിരിക്കത്തില്ല. ശത്രു പ്രബലപ്പെടും, ശത്രു നമുക്കെതിരെ പോരാടും. പക്ഷെ അവനെ ജയിച്ചവൻ നമ്മുടെ അകത്തുണ്ട്, ലോകത്തെ ജയിച്ചവൻ നമ്മുടെ അകത്തുണ്ടെന്ന് വെളിപ്പെടേണ്ടതിനാണ് ഹല്ലേലൂയ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മളെ ആ വാഗ്ദത്തത്തിലേക്ക് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഒരു സത്യം തിരിച്ചറിയണം. ഹല്ലേലൂയ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ മക്കളെന്ന് അബ്ബാ പിതാവ് എന്നുള്ള പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് ക്രിസ്തയേശുവിനോട് കൂടെ കൂട്ടവകാശികൾ എന്നുള്ള ആ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കേണ്ടി വരും. നമ്മൾ ദൈവത്തോടുകൂടി കഷ്ടം അനുഭവിപ്പാൻ നമ്മൾ ദൈവത്തോട് കഷ്ടതയുടെ കൂട്ടായ്മ ആചരിക്കേണ്ടി വരും. നിരാശകൾ, ഒറ്റപ്പെടുന്ന അവസ്ഥകൾ, പലരും തള്ളിക്കളയുന്ന അവസ്ഥകൾ, പലരും നിന്ദിക്കുന്ന അവസ്ഥകൾ. പക്ഷെ ഇതിന്റെ നടുവിൽ ദൈവാത്മാവ് നമ്മളെ ഉയർത്തും. കുപ്പയിൽ നിന്ന് ദൈവം നമ്മളെ ഉയർത്തും, തകർച്ചയിൽ നിന്ന് ദൈവം നമ്മളെ ഉയർത്തും. എന്തുകൊണ്ടാണ്? നമ്മളുടെ ആശ്രയം യഹോവയിലായിരിക്കണം. നമ്മളുടെ ആശ്രയം, നമ്മുടെ ബലവും നമ്മുടെ ശക്തിയും എല്ലാം അവനിൽ മാത്രമാകുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തും. ദൈവം തകർന്നു പോകുവാൻ അനുവദിക്കത്തില്ല. നിന്റെ ദ്രവത്വം കാണുവാൻ ദൈവം അനുവദിക്കത്തില്ല.
ഹല്ലേലൂയ, മരണഭാഷങ്ങൾ നിന്നെ ചുറ്റും, പാതാള വേദനകൾ നിന്നെ ഞെരുക്കും. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നെല്ലാം യഹോവ നിന്നെ കൈ പിടിച്ച് നടത്തും. എന്തുകൊണ്ടാണ്? നിന്റെ അകത്ത് ജീവനുണ്ട്. നീ നിന്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരവിപ്പിക്കുന്ന അവസ്ഥയിൽ നീ ആത്മാവിൽ ജീവിക്കുമ്പോൾ ദൈവം നിന്നെ ജീവനിലൂടെ മടക്കിക്കൊണ്ടുവരും, ആത്മാവിൽ മടക്കിക്കൊണ്ടുവരും, ദൈവകൃപയിൽ നിന്നെ മടക്കിക്കൊണ്ടുവരും, പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും, ക്രിസ്തുയേശുവിനോട് കൂട്ടവകാശികളുടെ അവകാശത്തിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരുന്ന ദൈവം. സ്തോത്രം. ദൈവം നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന ദൈവം. അതുകൊണ്ട് 26 വാക്യം, അതിൻ്റെ റോമലേഖനം 8:26, അവണ്ണം തന്നെ ആത്മാവ് നമുക്ക് ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടതിന് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ച് കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഓ ജീസസ്. ആത്മാവിൽ പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, സകലതും പ്രതികൂലമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആമേൻ കഷ്ടതയിൽ കർത്താവിനോട് കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഹല്ലേലൂയ സകലതും ഹല്ലേലൂയ നമ്മുടെ ബലഹീനതയെ ആത്മാവ് തുണ നിൽക്കുന്നു. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ആമേൻ നമുക്ക് കഴിവില്ല, നമുക്കത് ചെയ്യുവാൻ പറ്റുകയില്ല, ഇതിനെ നമുക്ക് ജയിക്കുവാൻ കഴിയുകയില്ല, നമുക്ക് കഴിവില്ല. അതിനാണ് ദൈവത്തിൻ്റെ ആശ്രയം വേണ്ടത്. നമ്മുടെ ബലഹീനത എന്താണ്? നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ മാനുഷിക നിലവാരത്തിൽ പരാജയപ്പെടും. അവിടാണ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് വെളിപ്പെടും. നിനക്ക് എവണ്ണം പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ല. സ്തോത്രം. എങ്ങനെ പ്രാർത്ഥിക്കണം? പക്ഷെ ആത്മാവ് ഉള്ളിൽ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഞരക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ ദൈവസന്നദ്ധയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ദൈവത്തോടെ പക്ഷപാതം ചെയ്യും. ഹി ഇന്റർസീഡ്സ് ഫോർ us. ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ ബലപ്പെട്ട്, ആത്മാവിൽ കൃപ പ്രാപിച്ച്, ആമേൻ സകല ശക്തികളെ കൊടഞ്ഞു കളഞ്ഞ്, നിന്നെ പിടിച്ചു ഒതുക്കുന്ന എല്ലാ പോരിൻ്റെ ആയുധങ്ങളെ കൊടഞ്ഞു കളഞ്ഞ്, എല്ലാ പൈശാചികന്റെ ബന്ധനത്തെ കൊടഞ്ഞു കളഞ്ഞ്, എല്ലാ വിചാരത്തിൻ്റെ കെട്ടുകളെയും കൊടഞ്ഞു കളഞ്ഞ്, ആമേൻ ഹല്ലേലൂയ ദുർവ്യാഖ്യാനത്തിൻ്റെ എല്ലാ കെട്ടുകളെയും ആമേൻ കൊടഞ്ഞു കളഞ്ഞ്, ആമേൻ ദൈവാത്മാവിൽ ഒരുവൻ മുന്നേറുമെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരവിപ്പിച്ച് ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് മുന്നേറുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഞരക്കങ്ങളിൽ കൂടെ പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവകൃപ. സ്തോത്രം. ഇതാരും പഠിക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് നമ്മൾ കൂടെ പരിവർത്തിക്കുന്നതാ. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മൾ കൂടെ പരിവർത്തിക്കാൻ തുടങ്ങും. പറഞ്ഞാൽ നമ്മൾ ബലഹീനമാണ്, നമ്മളെ കൊണ്ട് കഴിയത്തില്ല, നമ്മളെ കൊണ്ട് ചെയ്യുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ തുടങ്ങും. He intercedes with groaning. അതെ, പക്ഷപാതം ചെയ്യും. പക്ഷപാതം ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മുടെ വിഷയത്തിന് വേണ്ടി പക്ഷപാതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ പ്രാർത്ഥന സ്വർഗത്തിലെ കൃപാസനത്തോളം എത്തി. അതും അതിൻ്റെ മറുപടിയായി ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് മടക്കിത്തരുന്ന ദൈവം, പക്ഷപാതം ചെയ്യുന്ന ദൈവം. 27 വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഹി ഇന്റർസീഡ്സ് ഫോർ ദ സെയിന്റ്സ്. എങ്ങനെ? ദൈവഹിത പ്രകാരം, അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. അതുകൊണ്ട് ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എങ്ങനെ പക്ഷപാതം ചെയ്യുന്നു? ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ഹിതമല്ല, ദൈവാത്മാവിന്റെ ഹിതം അവിടെ വെളിപ്പെടുക. നമുക്കറിയുന്ന ഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ വിഷയം നമുക്കിഷ്ടമുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതത്തിനൊത്തവണമേ ഈ ആത്മാവ് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് ദൈവത്തിന്
അനുസരിച്ചേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ദൈവഹിതത്തിന് ഒത്തവണ്ണമേ പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യന്റെ ഹിതമല്ല അവിടെ വെളിപ്പെടുന്നത്. ജീസസ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് 28-ാം വാക്യം പലരും പല രീതിയിലാണ് ഇതിനെ കോട്ട് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം കോട്ട് ചെയ്യുന്നത് റോമലേഖനം 8:28 പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എങ്ങനെ? ആത്മാവിൽ പക്ഷപാതം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ആത്മാവിൽ ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ ഞരങ്ങുമ്പോൾ, ആത്മാവിൽ മർമ്മങ്ങളെ കൈമാറുമ്പോൾ, ആത്മാവിൽ ഒരുവൻ പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിക്കുമ്പോൾ, ജഡത്തിന്റെ പ്രവൃത്തികളെ മരവിപ്പിക്കുമ്പോൾ, ആത്മാവിൽ മുന്നേറുമ്പോൾ, ഒരുവന്റെ അകത്ത് ദൈവം ഒരു പുതിയ സൃഷ്ടിയാക്കി ദൈവം തീർത്ത് നിയമങ്ങളെയും കൽപ്പനകളും പ്രമാണങ്ങളുമായിട്ട് അവൻ മരിച്ചിരിക്കുന്നു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തുവിൽ ഒരുവൻ ആശ്രയിക്കുമ്പോൾ അവനിൽ ആത്മാവിലും ജീവന്റെയും പുതുക്കത്തിൽ ആ പ്രമാണത്തിൽ അവൻ ജീവിച്ച് ദൈവകൃപ പ്രാപിച്ച് അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഞരങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവൻ്റെ ദൈവഹിതം മാത്രമേ ദൈവത്തോട് പക്ഷപാതം ചെയ്യത്തുള്ളൂ. ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടേണ്ടതിന് അത് പക്ഷപാതം ചെയ്യും. അങ്ങനെയുള്ള ഒരുവന്റെ ഉള്ളിൽ ദൈവം എന്ത് കൊടുക്കും? ദൈവം സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കും. ദൈവത്തിൻ്റെ മുൻനിർണയം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വാഗ്ദത്തം. ആമേൻ. എന്താണ്? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത ദൈവിക വാഗ്ദത്തം. ഏത് നിലവാരങ്ങളിലുള്ള വാഗ്ദത്തം? ദൈവം യോസേഫിന് കൊടുത്ത ഇരട്ടി പങ്കിന്റെ നന്മ. ദൈവ ഇരട്ടി പങ്കിന്റെ നന്മ യോസേഫിന്റെ ഗോത്രത്തിന് കൊടുത്തതുപോലെ ഇരട്ടി നന്മ പകർന്ന് ഭൂമിയിലും സ്വർഗത്തിലും അവന് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന, ഈ ഭൂമിയിലും സ്വർഗത്തിലും അവൻ ദൈവിക അനുഗ്രഹം പ്രാപിച്ചവനായി, ദൈവകൃപ പ്രാപിച്ചവനായി, ദൈവശക്തി പ്രാപിച്ചവനായി, ആത്മാവിലും സത്യത്തിലും ജീവിക്കുന്നവനായി, ദൈവിക വാഗ്ദത്തം പ്രാപിച്ചു മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. നന്ദിയോടങ്ങ് വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. അതുകൊണ്ട് 31-ാം വാക്യം ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ആത്മാവിൽ ജീവിക്കുന്നവൻ പ്രതികൂലങ്ങൾ ഒത്തിരിയുണ്ട്, പ്രതിസന്ധികൾ ഒത്തിരിയുണ്ട്, വെല്ലുവിളികൾ ഒത്തിരിയുണ്ട്, പോരാട്ടം ഒത്തിരിയുണ്ട്. പക്ഷെ അവൻ ജയത്തോടെ എഴുന്നേൽക്കും. അവൻ ജയത്തോടെ എഴുന്നേൽക്കും. അവൻ ജയത്തിന്റെ ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ വെളിപ്പെടാതിരിക്കത്തില്ല. ആത്മാവിൽ ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കത്തില്ല. അവൻ ജയത്തിന്റെ കൊടി ഉയർത്തുക തന്നെ ചെയ്യും. അവൻ മുന്നേറുക തന്നെ ചെയ്യും. ദൈവം അവനെ മുന്നോട്ട് കൈപിടിച്ച് നടത്തും. ദൈവം അവനെ ആത്മാവിൽ നടത്തും. ദൈവം അവനെ ശുശ്രൂഷയിൽ ബലപ്പെടുത്തും. ദൈവം അവന്റെ ഭാവി വഴികളെ ദൈവം അവനെ മാനിക്കും, അനുഗ്രഹിക്കാതിരിക്കത്തില്ല. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആ ബോധ്യം വെളിപ്പെടുത്തട്ടെ. അപ്പൊ പിതാവ് എന്നുള്ള സ്വപുത്രത്വത്തിന്റെ ആത്മാവിന ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ക്രിസ്തയേശുവിനോട് കൂട്ടവകാശികളായി ദൈവകൃപയിൽ നമ്മൾ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അഭ്യസിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയും ഞെരക്കത്തോടെ പ്രാർത്ഥിപ്പിൻ. ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിക്കും. നമ്മളുടെ ദൈവഹിതം നമ്മളിൽ നിന്ന് വെളിപ്പെടുത്തും. ദൈവം നമ്മളെ മുന്നോട്ട് നടത്തും. ദൈവത്തിൻ്റെ വാഗ്ദത്തം കാണുക തന്നെ ചെയ്യും. അത് നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മളെ ആ കൃപയിലേക്ക് കൊണ്ടുവന്ന് ദൈവ സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിപ്പിക്കുന്ന ദൈവം. അതുകൊണ്ട് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാറി. ഈ പ്രഭാതത്തിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്താട്ടെ. ആത്മാവിൽ ഒരുവൻ ജീവിക്കുമ്പോൾ, ആത്മാവിൽ ഒരുവൻ നടക്കുമ്പോൾ ദൈവം അവന് വേണ്ടി പക്ഷപാതം ചെയ്യും. ദൈവാത്മാവ് അവൻ്റെ ബലഹീനതയിൽ അവന് തുണ നിൽക്കും. അവന് പ്രാർത്ഥിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, അവന് എന്ത് ചോദിക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവാത്മാവ് അവന് വേണ്ടി പക്ഷപാതം ചെയ്യും. അവനെ ദൈവം മുന്നോട്ട് കൈപിടിച്ച് നടത്തും. ദൈവം അവനെ ശക്തീകരിക്കും. ദൈവം അവനെ അഭിഷേകത്തിൽ നിറച്ച് ദൈവം അവനെ മുന്നേറുവാൻ, ദൈവ നിറവിലും ദൈവിക അഭിഷേകത്തിലും അവനെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കും.
ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. പ്രഭാതത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മഹാപരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ആത്മാവിൽ ജീവിപ്പാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ജാഗരിപ്പാൻ, ഞരക്കത്തോടെ ദൈവസന്നദ്ധയിൽ ആത്മാവിൽ പക്ഷപാതം ചെയ്ത് ദൈവത്തിന്റെ ഹിതം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ആമേൻ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി കൂടെ വ്യാപരിപ്പിക്കുന്ന ദൈവകൃപ ജഡത്തിന്റെ പ്രവർത്തികളെ മരവിപ്പിച്ച് ദൈവകൃപയിൽ മുന്നേറി പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിച്ച്, അഭിഷേകം പ്രാപിച്ച്, ദൈവകൃപ പ്രാപിച്ച് ദൈവ സകലത നന്മയ്ക്കായി കൂടെ വ്യാപരിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാറി. ഈ വചനത്താൽ ഈ ജനത്തെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. ആത്മാവിൽ ജീവിച്ചു മുന്നേറുവാൻ തന്റെ ജനത്തെ നിറയ്ക്കുന്നതിനാ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളും മേലും ആമേൻ, തിരുവചനത്തിന്മേലും ഇന്നു മുതൽക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആത്മാവിൽ ജീവിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവത്തോടെ പക്ഷപാതം ചെയ്യുവാൻ, ആത്മാവിൽ ഞരങ്ങി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ ഹിതം നമ്മളിൽ വെളിപ്പെടുവാൻ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കാൾ കൂടെ വ്യാപരിച്ച് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിൽ, വരുന്ന ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് സമൃദ്ധിയായി അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഗോഡ് ബി വിത്ത് യു.